ഹലോ ഗൈസ്, വെൽക്കം ടു അൻസസ് ഫീസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ വിയറ്റാരയുടെ ഹോൾ ഷോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൗ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏകദേശം 3200 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ ഏകദേശം 3400 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മെച്ചങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ മെച്ചം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും മെയിനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പാം സൈഡിൽ, അതായത് കൈൻ്റെ ഉള്ളം കൈയിൽ നമുക്ക് സ്ലൈഡേഴ്സ് വരുന്നുണ്ടെന്നാണ്. ഈ സ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് നോക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ അടിപൊളി ബ്രാൻഡാണ് ഇങ്ങനത്തെ സ്ലൈഡേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന. അവരുടെ ഒരു സ്ലൈഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. SPS എന്ന് പറയും, അതായത് സ്കഫോയിഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ കൈ കുത്തി വീഴുമ്പോൾ സ്ലൈഡ് ചെയ്ത് അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഡയറക്റ്റ് റോഡിൽ ഇമ്പാക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അത് നമ്മുടെ ഇവിടെയുള്ള ഒരു സ്കഫോയിഡ് ബോണുണ്ട്, എല്ലുണ്ട്, ചെറിയൊരു എല്ലാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ പാമിലൊക്കെ വരുന്ന ഇമ്പാക്റ്റ് കുറക്കാനൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നക്കിൾ ഗാർഡാണ്. ഹാർഡായിട്ടുള്ള TPU മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഹാർഡായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും. പക്ഷേ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് ഹാർഡാകുമ്പോൾ ഇമ്പാക്റ്റ് വരുമ്പോൾ നമ്മുടെ കയ്യിലടിച്ചിട്ട് കയ്യിന് നമ്മുടെ ഉള്ളിലുള്ള ബോണിന് പണി കിട്ടൂലെന്ന്. അതിന് ഇവർ ആഡഡ് ഫോം ഇതിൻ്റെ ബേസായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മെമ്മറി ഫോമാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഈ ഹാർഡായിട്ടുള്ള TPU അത് കാരണം കിട്ടുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള എല്ലിനൊന്നും അത് ഹാർഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയില്ല. പിന്നെ അടുത്തൊരു വരുന്നത് ഇതിൻ്റെ ഫിംഗറിലുള്ള TPU മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതിനൊരു പാറ്റേണും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിരൽ മടക്കാനും ഒക്കെ ഈസി ആയിട്ട് മടക്കാനൊക്കെ പറ്റും. അതിനൊന്നും പ്രശ്നമില്ല. എന്നാൽ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും അത് കൊടുക്കും. പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് ഇതൊരു സെമി ഗോൺലെറ്റ് ഗ്ലൗ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ, അതായത് ഷോർട്ട് ഗ്ലൗ എന്ന് പറഞ്ഞാൽ ഇതുവരെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫുള്ളി ഗോൺലെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വാച്ചിട്ട് അത്രയും കയറി നിൽക്കുന്ന രീതിയിലായിരിക്കും. അത് നമ്മൾ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇറിറ്റേഷനും, പ്രത്യേകിച്ച് ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല ഇറിറ്റേഷനും ഡിസ്കംഫർട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ സെമി ഗോൺലെറ്റ്, അതായത് അത്യാവശ്യം കയറി നിൽക്കുകയും ചെയ്യും എന്നാലും ഡിസ്കംഫർട്ട് തരാത്ത രീതിയിലുള്ള ഒരു ഗ്ലൗ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ സൈഡിലൊക്കെ കുറച്ച് ആഡ് ഓൺ പ്രൊട്ടക്ഷൻ കൊടുക്കും. അതുമാത്രമല്ല അവിടെ ഒരു അഡീഷണൽ ലെയറും അതിൻ്റെ ഉള്ളിലൊരു ഫോമൊക്കെ വരുന്നുണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ജോയിൻസിലുള്ള ഇവിടുത്തെ എല്ലിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അത് സഹായിക്കും. പിന്നെ പ്രൊട്ടക്ഷൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പിങ്കി ഫിംഗർ, അതായത് ചെറുവിരലുണ്ടല്ലോ, ഇവിടെയും നമുക്കൊരു ലെതറിൻ്റെ ഒരു ലെയർ, അഡീഷണൽ ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പാക്റ്റ് വരുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്ലൗ ആണിത്. ഈ ഒരു പ്രൈസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്ലൗ എന്ന് തന്നെ പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇതിൻ്റെ മെച്ചമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് ഫുൾ ലെതർ മെഷ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ച ലെതറും ഒക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ലെതറായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വർഷം ഉപയോഗിച്ചിട്ട് ഇതിൽ വലിയ രീതിയിലുള്ള അതിൻ്റെ ഒരു പരുക്കോ കാര്യങ്ങളൊന്നുമില്ല, ടിയറായി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം മയത്തൊക്കെ ചെറുതായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഹാർഡായിട്ടൊന്നും വരുന്നില്ല. ലെതർ ഹാർഡായിട്ട് വരുമ്പോഴാണ് പൊട്ടിപ്പോകാനുള്ള സാധ്യത. ഇതിനൊരു പ്രശ്നമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ മെഷൊന്നും നമ്മൾ ഇങ്ങനെ പിന്നിപ്പറഞ്ഞ് പോരുന്ന ഒരു പ്രശ്നമൊന്നും ഇല്ല. ചെറുതായിട്ടൊക്കെ പോരുന്നുണ്ട്. അത് ഏത് മെഷാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. പക്ഷേ ക്വാളിറ്റി കുറഞ്ഞ മെഷാണെങ്കിൽ ഇത് ഒന്നാകെ ഇതിൻ്റെ നൂലൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൗ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ മെച്ചമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കംഫർട്ടാണ്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ വെതർ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പകൽ എല്ലാ സമയത്തും നമുക്ക് ചൂടായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മെഷ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ വരുന്ന ലെതറിന് ഇടയ്ക്കിടയ്ക്ക് പോർസ് ഉണ്ട്, അതായത് ഹോൾസ് ഉണ്ട്. ഇത് ഉള്ളിലോട്ട് നമുക്ക് കാറ്റ് കിട്ടാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇമ്പാക്റ്റ് കുറവ് വരുന്നിടത്ത് നമുക്ക് ക്ലോത്ത് മെറ്റീരിയലാണ് വരുന്നത്. പ്രത്യേകിച്ച് വിരലിൻ്റെ ഇടയിൽ, അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇമ്പാക്റ്റ് കുറഞ്ഞ ഈ ഭാഗത്തൊക്കെ ക്ലോത്ത് മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വെതർ കണ്ടീഷന് കംഫർട്ട് കൂട്ടുന്ന കാര്യമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സിലിക്കോൺ ലെയർ വരുന്നുണ്ട്.
അതൊരു ഗ്രിപ്പ് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്ലൗ ഇടാത്ത കേസിൽ നമുക്ക് കൈ ഇങ്ങനെ നമ്മുടെ കൈയാണ് പിടിക്കുന്നത്, അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഫോഴ്സ് ആയിരിക്കും. പക്ഷേ ഗ്ലൗ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഗ്രിപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡായിട്ട് ആക്സിലേറ്റർ പിടിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സിലിക്കൺ ഗ്രിപ്പ് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്താൽ മതി, ഹാർഡായിട്ട് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്ത പറയുന്ന 2 കംഫർട്ട് ഫാക്ടർ ഈ ഒരു ഗ്ലൗവിന് സ്പെഷ്യലായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഗ്ലൗ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെൽക്രോ ഇല്ലേ, ക്ലോസിങ്, ഇതിന് ഡീറിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഡീറിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ ഈസി ആയിട്ട് ഒരു ഹാൻഡ് കൊണ്ട് തന്നെ ടൈറ്റായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഈ ഡീറിങ് അല്ലാത്ത ടൈപ്പ് ഇപ്പുറം പഞ്ഞ് പോലത്തും ഇപ്പുറം ഹാർഡായിട്ടുള്ള വരുമ്പോൾ നമ്മൾ അത് രണ്ടും കൂടി യോജിപ്പിച്ച് നിൽക്കുമ്പോൾ ഒരു വിരലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് പിടിച്ചിട്ട് ഇപ്പുറത്തെ ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും. പക്ഷേ ഇതിനങ്ങനെയില്ല. നമ്മൾ നേരെ ഈ ഡീറിങ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ നേരെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചം കിട്ടാൽ മതി, ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതും ഒരു നല്ലൊരു കംഫർട്ട് വൈസും പ്രൊട്ടക്ഷൻ വൈസും അതൊരു ആഡ് ഓൺ ആണ്. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഗ്ലൗ ഇടാനുള്ള ഒരു സാഹചര്യം അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്ലൗവും നമ്മൾ ഒരുമിച്ച് വെക്കാൻ ഇതിനൊരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് ലെതർ കൊണ്ടാണ് അതിൻ്റെ ആ പോർഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആ ക്ലിപ്പും അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. ഇത്രയും കാലം ഞാനിത് യൂസ് ചെയ്തിട്ടും അതിനൊരു പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം റൈനോക്സിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന ഒരു ക്ലോത്തിൽ വരുന്ന രീതിയിലാണ്. അത് ജസ്റ്റ് ഡിസ്പ്ലേക്കൊക്കെ വെക്കുമ്പോൾ ഒരുമിച്ച് വെക്കാൻ, അല്ലെങ്കിൽ പാക്കിങ് സമയത്തൊക്കെ ഒരുമിച്ച് വെക്കാനുള്ള രീതിയിലാണ്. അല്ലാതെ ഡെയിലി യൂസിൽ നമ്മളത് 2 ഗ്ലൗ ഒരുമിച്ച് വെച്ച് അതിനൊരു ബട്ടണാണ് വരുന്നത്, പ്രസ് ചെയ്ത് വെച്ചാൽ ഇടയ്ക്ക് അത് പൊട്ടി പോരാനൊക്കെ സാധ്യതയുണ്ട്. അത്ര ഒരു ക്വാളിറ്റി അതിനുള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം നല്ല റഫായിട്ട് ഡെയിലി യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സംഭവം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കംഫർട്ട് ആഡ് ഓൺ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഗ്ലൗ വാങ്ങുന്നത് എന്തിനാണ്, അതിലെന്തൊക്കെ മെയിനായിട്ട് ഉണ്ടായിരിക്കണം, ആ ഒരു ഏരിയയിലൊക്കെ ഇത് വളരെ മികച്ച രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലൗ എന്ന് തന്നെ പറയാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഈ ഒരു ഇത്രയും കാലം യൂസ് ചെയ്തപ്പോൾ ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2-3 പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിന് ഡീറിങ് വെൽക്രോ ആണ് വരുന്നത്, ക്ലോസിങ്. പക്ഷേ ഇതിൻ്റെ വെൽക്രോയുടെ ക്വാളിറ്റി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒട്ടിപ്പ് മുമ്പുണ്ടായിരുന്ന അത്ര ഇല്ല. കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു വെൽക്രോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇതിപ്പോൾ പെട്ടെന്ന് പോരുന്നുണ്ട്, പക്ഷേ എന്നാലും ഒട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ടച്ച് സെൻസിറ്റിവിറ്റി, അതായത് ഈ ഗ്ലൗ ഇട്ടിട്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ടച്ച് സ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഡെക്സ് ഫിംഗറിലും ചൂണ്ടുവിരലും അതുപോലെ തന്നെ തള്ളവിരലിലും നമുക്ക് ആ ഫീച്ചർ അവൈലബിൾ ആണ്. 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഗ്ലൗസിനും ഈ 2 ഫിംഗറിനും ഇത് അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമൊക്കെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് വർക്ക് ചെയ്യാതായി. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഈ തമ്പിന് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ, ടച്ച് സെൻസിറ്റിവിറ്റി. മറ്റുള്ള വിരലിനൊന്നും അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് റൈനോക്സിൻ്റെ ടൊർണാഡോ പ്രോ എന്ന് പറയുന്ന ഒരു ഗ്ലൗ ഉണ്ട്. അടിപൊളി ഗ്ലൗ ആണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഗ്ലൗ യൂസ് ചെയ്തിട്ട് അത് ഒരാഴ്ച കൊണ്ട് അതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി പോവുമായിരുന്നു. പക്ഷേ ഇത് ഒരു 5-6 മാസമൊക്കെ ഞാൻ പ്രശ്നമില്ലാതെ യൂസ് ചെയ്തു. അത്രയും കാലം ഇത് നിന്നിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു അറിയില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും ഈ ക്ലച്ച് ലിവറിന് സിൽവർ കളറിലുള്ള ഒരു ഇതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാരണമായിരിക്കും ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി പോയതെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റൈനോക്സിൻ്റെ ഗ്ലൗ ഞാൻ മുമ്പ് ഓൾറെഡി യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇന്നർ മെറ്റീരിയൽ അത്ര ഒരു കംഫേർട്ട് തരുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേ ഇന്നർ മെറ്റീരിയലിൻ്റെ ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലും. പക്ഷേ ആ ക്ലോത്തിൻ്റെ കംഫേർട്ട് എന്ന് പറഞ്ഞാൽ റൈനോക്സ് ആ ഗ്ലൗവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫേർട്ടാണ്. അത് എനിക്ക് ഈ ഗ്ലൗ ഇട്ടന്ന് ഫീൽ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പിങ്കി ഫിംഗർ, ചെറിയ വിരലിൻ്റെ ഈ അറ്റത്തൊക്കെ കുറച്ച് ലെതറിൻ്റെ റഫായിട്ടുള്ള എഡ്ജസൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലോ ഒരു റൈനോക്സ് ഗ്ലൗ അതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വരുമ്പോൾ അത്ര ഒരു കംഫർട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പോരായ്മകളല്ല, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു ഗ്ലൗവിൻ്റെ ഓവറോൾ എനിക്ക് പറയാനുള്ളത്. അതായത് കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഐ ആം വെൽ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഗ്ലൗ. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഞാൻ ഈ ഗ്ലൗ ആയിരിക്കും തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഒരു സ്ലൈറ്റ്ലി ഡിസപ്പോയിൻമെൻ്റ് ആയത് ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു വിരലിന് മാത്രമേ ഉള്ളൂ
അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടൊക്കെ പിഞ്ചിട്ട് സൂമൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഗ്ലൗ അയക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഗ്ലൗ കമ്പനീസ് അത് പഠിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഐ എം വെരി സാറ്റിസ്ഫൈഡ്. I will also recommend this product. Okay, thanks for watching this video.